രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നശിപ്പിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. കേസും കോടതിയും അയോഗ്യതയുമൊക്കെയായി പണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട BJP പിന്നീട് കണ്ടത് രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ മുന്നേറ്റമായിരുന്നു. പ്രധാനമന്ത്രി പദത്തിലേക്കുള്ളൊരു പ്രയാണമാണെന്ന് തിരിച്ചറിഞ്ഞ BJP രാഹുൽ ഗാന്ധിയെ തൊടാൻ കഴിയാതെ മാറി നിൽക്കുകയായിരുന്നു കുറച്ചു മാസങ്ങളായി. എന്നാൽ കോൺഗ്രസിന് ലഭിക്കേണ്ടുന്ന 1-2 സംസ്ഥാനങ്ങൾ BJP ജയിച്ചതോടെ അവർക്ക് കരുത്തുകൂടി വീണ്ടും രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ മെനഞ്ഞെടുക്കുന്ന ഒരു പുതിയ കേസാണ് BJP വക്താവ് സംബിത് പത്ര ഇന്ന് തൊടുത്തുവിട്ടത്. അതായത് രാഹുൽ ഗാന്ധി ഒറ്റുകാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. രാഹുൽ ഗാന്ധി വലിയ ഒറ്റുകാരനാണെന്നും രാജ്യവിരുദ്ധ നീക്കങ്ങൾ പുലർത്തുന്ന വ്യക്തികളുമായി ബന്ധമുള്ള ആളെന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. സംബിത് പത്ര പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ഒരു ത്രികോണം നിലനിൽക്കുന്നുണ്ട് ഈ ലോകത്ത്. അതിൻ്റെ ഒരു വശത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ജോർജ് സോറോസും അമേരിക്കയിലെ ചില ഏജൻസികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനുമാണ്. അതുപോലെ ത്രികോണത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന പേരിലുള്ള ഒരു വലിയ വാർത്താ പോർട്ടലാണെന്നും, എന്നാൽ മൂന്നാം കോണിൽ ഏറ്റവും വലിയ ഒറ്റുകാരനായ രാജ്യദ്രോഹി രാഹുൽ ഗാന്ധിയാണെന്നും പറയുകയാണ് സംബിത് പത്ര. രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ രാജീവിന്റെ മകൻ, ഇന്ദിരയുടെ കൊച്ചുമകൻ. ഈ രാഹുൽ ഗാന്ധിയെയാണ് ഒറ്റുകാരനെന്നും രാജ്യദ്രോഹിയെന്നും ഒരു BJPയുടെ നേതാവ് വിളിച്ചിരിക്കുന്നത്. അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെല്ലാം അർത്ഥം അടുത്ത കേസും അധിക്ഷേപവും ഒക്കെ വരുന്ന വഴി ഇതാണ് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ BJP നൽകുന്നത്. ഭരിക്കുന്ന പാർട്ടിക്ക് എന്തും പറയാം എന്നുള്ള അത്രയ്ക്കും ധാർഷ്ട്യത്തോടെയാണ് സംബിത് പത്ര രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ തനിക്ക് മടിയില്ല എന്നാണ് BJP നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതും അറിവില്ലായ്മയുടെ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവാണ്. ഇതുകൂടാതെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ആഗോള മാധ്യമ ഏജൻസിയായ OCCRP ഏജൻസിക്ക് പണം നൽകുന്നവരുടെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള OCCRPയുടെ റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവ് ഉപയോഗിച്ച് ചില സന്ദർഭങ്ങളും അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ലോകമെമ്പാടും കോവിഡിന്റെ ആഘാതം അനുഭവിച്ചിരുന്ന 2021 ജൂലൈയിൽ OCCRP ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചും സംബിത് പത്ര പറയുന്നു. ഇന്ത്യയുടെ കോവാക്സിൻ വാക്സിനായുള്ള $324 ദശലക്ഷം കരാറിൽ നിന്ന് ബ്രസീൽ പിൻവാങ്ങുന്നു എന്നതായിരുന്നു അന്ന് കൊടുത്ത വാർത്ത. ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നും, എന്നാൽ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും ഇവിടുത്തെ വാക്സിനെയും ആക്രമിക്കാൻ കോൺഗ്രസ് ഒരു വാർത്താ സമ്മേളനം നടത്തിയെന്നും OCCRP നിർദ്ദേശിക്കുന്നു, രാഹുൽ ഗാന്ധി പിന്തുടരുന്നു എന്നുമാണ് സംബിത് പത്ര പറഞ്ഞത്. ഇതിനുശേഷം OCCRP റിപ്പോർട്ടിനെ തുടർന്ന് പെഗാസസ് വിഷയത്തിലും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യൻ വിപണികളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുവെന്നും BJP പറയുകയാണ്. അതിന്റെ പ്രത്യുപകാരമായിട്ട് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനും അമ്മ സോണിയാഗാന്ധിക്കും എതിരായ നിയമ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് OCCRP വാർത്ത നൽകിയതെന്നും സംബിത് പത്ര വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ചിലരുമായുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ചകളും സംബിത് പത്ര ഇതിൽ പറയുകയുണ്ടായി. അതായത് BJPയുടെ നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി കുടുംബത്തെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ കോടതി കയറ്റി, തടവ് വാങ്ങിച്ചു കൊടുത്ത്, അയോഗ്യനാക്കി, തെരുവിലിറക്കി, ഇങ്ങനെയൊക്കെ നോക്കി പരീക്ഷിച്ചു. പക്ഷേ ജനവിധിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. രണ്ടിടത്തും തകർപ്പൻ വിജയം നേടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായി. BJPക്ക് കോൺഗ്രസ് അല്ല ശത്രു, രാഹുൽ ഗാന്ധി മാത്രമാണ് ശത്രു. നശിപ്പിച്ചേ മതിയാകൂ എന്ന ഒറ്റ തീരുമാനത്തിൽ പുതിയ കേസുമായി വരികയാണ് ഇപ്പോൾ BJP. അതും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന രാജ്യദ്രോഹമാകുമ്പോൾ ഒന്നിളകും രാജ്യം എന്ന് BJP കണക്കുകൂട്ടുന്നു. അതാണ് ഒറ്റുകാരൻ എന്ന വിളി കൊണ്ട് BJP അർത്ഥം വെക്കുന്നതും.